പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. പക്ഷേ ഓവർ ദ ടൈം ഫിസിക്സിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ ഫിസിക്സിൽ ഫുൾ മാർക്ക് കിട്ടാൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട 5 സ്റ്റെപ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് ഇസ് ക്ലാസ് പ്രോപ്പറായിട്ട് കാണുക ആൻഡ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വൃത്തിയിൽ എല്ലാ കോൺസെപ്റ്റ്സും മനസ്സിലാവുന്ന രീതിക്ക് പോസ് ചെയ്ത് എല്ലാം മനസ്സിലാക്കി ക്ലാസ് കാണാം. ഓഫ്ലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും അപ്പോൾ തന്നെ ഫാക്കൽറ്റി ആയിട്ട് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ഐഡിയ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച്. ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മസ്റ്റായിട്ടും ഒരു റണ്ണിങ് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള ഈ റണ്ണിങ് നോട്ട്സും നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കും കൂടെ ഞാൻ നിവർത്തി വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സിൽ ക്വിക്കായിട്ട് ഒരു ഇക്വേഷൻ ബുക്ക് ആ ചാപ്റ്ററിന് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സൈലത്തിലാണെങ്കിൽ മൈൻഡ് മാപ്പിൻ്റെ ഹെൽപ്പോട് കൂടെ നമുക്ക് ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഫിസിക്സ് ടാക്കിൾ ചെയ്യുന്നതിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യലാണ്. നിങ്ങൾ എത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയ്ക്ക് നിങ്ങളുടെ സ്പീഡും ആക്യുറസിയും നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ജസ്റ്റ് ഇപ്പം ഫിസിക്സ് പഠിക്കാൻ വേണ്ടി തുടങ്ങിയൊരു കുട്ടിക്ക് ആദ്യം തന്നെ പോയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും കിട്ടിയെന്ന് വരില്ല. അത് ഭയങ്കര സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ബൈ പ്രാക്ടീസ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവരണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഗൈഡ് എടുക്കുക. ഏറ്റവും നല്ലത് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വർക്ക് ബുക്കോ സ്റ്റഡി മെറ്റീരിയലോ എടുക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗൈഡ് എടുക്കുക. എന്നിട്ട് അതിൽ ഒരു ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് തുടങ്ങുക, ദെൻ ഒരു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ്, ദെൻ ഹാർഡ് ലെവൽ. ആ ഒരു സ്റ്റെപ്പിൽ പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചാപ്റ്ററിന് മിനിമം ഒരു 150 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം പറയുന്നത്, ചിലപ്പോൾ ആദ്യമൊക്കെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറേ ടൈം എടുക്കുമായിരിക്കും. അത് ഭയങ്കര നോർമലാണ്, കാരണം നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ. ഇത്രയും കാലം നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് തിയറി എക്സാംസിനൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മാറ്റുന്നത്. അപ്പോൾ ആദ്യം ടൈം എടുത്താലും ഇറ്റ്സ് ഓൾ ഓക്കെ. എനിക്ക് ആൻസർ കിട്ടുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ കുറേ ടൈം എടുക്കുന്നതൊന്നും ആലോചിച്ച് ഒരിക്കലും വരീഡ് ആവരുത്. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. ആൻഡ് കുറച്ച് നേരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആകെ കയറി സൊല്യൂഷൻ ബാക്കിലെടുത്ത് നോക്കി പഠിക്കലല്ല ചെയ്യേണ്ടത്. മാക്സിമം നിങ്ങളുടെ ബ്രെയിൻ യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താൻ നോക്കുക. തീരെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ സൊല്യൂഷൻ നോക്കുക. ആൻഡ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് കിട്ടാത്തത്? എന്തെങ്കിലും കോൺസെപ്റ്റ് ക്ലിയർ ആകാത്തതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ അറിയാത്തതാണോ? അപ്പോൾ എന്താണോ നിങ്ങൾക്ക് അറിയാഞ്ഞതിൻ്റെ റീസൺ അത് നിങ്ങൾ ക്ലിയർ ആക്കണം. അങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിലുള്ള എല്ലാ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. മസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും മസ്റ്റാണ്. ആൻഡ് ഇഫ് പോസിബിൾ നമ്മൾ NCERTയുടെ ബാക്കിലുള്ള, അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലുള്ള NCERTയിലുള്ള എക്സസൈസസും ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ഫിസിക്സ് പ്രിപ്പറേഷൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൻ്റെ ഒരു എക്സാം, ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രോപ്പറായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അവിടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും മോക്ക് ടെസ്റ്റ് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ചാപ്റ്റേഴ്സായിട്ടോ നടത്തുന്നുണ്ടാവും. അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ ഒരു എക്സാം പോലും വിടാതെ നിങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എക്സാം എഴുതി തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സൈഡത്തിൽ ഒരുപാട് മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഫിസിക്സ് പ്രിപ്പറേഷൻ. ഈ 5 സ്റ്റെപ്പ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൂളായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഫിസിക്സിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് നല്ലോണം മാർക്ക് കൂട്ടാൻ പറ്റും. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും.